ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ചെറിയൊരു വീഡിയോ ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ മറ്റൊരു ദിവസം നമ്മൾ ചെയ്തിടുന്നതായിരിക്കും. നിലവിലിപ്പോൾ ഇങ്ങനൊരു വാഹനത്തെക്കുറിച്ച് ജസ്റ്റ് ഒരു നിങ്ങളിലേക്ക് ഒരു അറിവ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് നമ്മളൊരു വീഡിയോ എടുക്കുന്ന. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ അല്ല ഒരിക്കലും ഇത്. അപ്പം സമയമുള്ളവർ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കണ്ടാൽ മതി, അല്ലാതുള്ളവർ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടുന്ന സമയത്ത് ജസ്റ്റ് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഈ കിടക്കുന്ന നമ്മുടെ മോണ്ട്ര എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഏറ്റവും പുതിയ ഒരു പിക്കപ്പാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഏവിയേറ്റർ എന്നാണ് അതിൻ്റെ ഒരു പേരും കാര്യങ്ങളൊക്കെ വാഹനത്തിന് നൽകിയിട്ടുള്ളത്. ഈ ഒരു വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് കണ്ടത് ഈ 350L എന്നതാണ് ഈ ഒരു ബ്രാൻഡിൽ നിന്നാണ് ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പേര് വരുന്നത്. അപ്പോൾ എ സിയിലും നോൺ എ സിയിലും ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ്. ലോവർ ഡെക്കുള്ള വാഹനവും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ കിടക്കുന്നത് ഒരു ചേസസ് ആണ് ഈ വാഹനത്തിൻ്റെ. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് ബോഡിയും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ പ്രൈസോ കാര്യങ്ങളോ നിലവിൽ ആയിട്ടില്ല. പ്രൈസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഇതിൻ്റെ ARAI സർട്ടിഫിക്കറ്റ് റേഞ്ച് വരുന്നത് 240 കിലോമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ARAI സർട്ടിഫിക്കറ്റ് റേഞ്ച് വരുന്നത്. 1700 കിലോയാണ് ഈ വാഹനത്തിൻ്റെ പേലോഡ് കമ്പനി നൽകിയിട്ടുള്ളത്. ഒരു 2 ടണ്ണോടെ നമുക്ക് 2.5 ടണ്ണോടെ നമുക്ക് വളരെ കംഫർട്ടായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. കമ്പനി പറയുന്നത് 2 ടണ്ണ് വളരെ കംഫർട്ടായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് കമ്പനി ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ARAI സർട്ടിഫിക്കറ്റ് 240 പറയുന്നുണ്ടെങ്കിൽ അത്രയും റേഞ്ച് നമുക്ക് ഒരിക്കലും കിട്ടുകയില്ല. നമുക്ക് 2 ടണ്ണാണ് വാഹനം കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 170-180 കിലോമീറ്റർ ആയിരിക്കും ഈ ഒരു വാഹനം ഓടാൻ സാധ്യതയുള്ളത്. നമുക്ക് 3 ചാർജിങ് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ വാഹനത്തിന് കൂടെ തന്നെ 3.3 കിലോവാട്ടിൻ്റെ ഒരു ചാർജർ നൽകും. ഏകദേശം 20% തൊട്ട് 100% വരെ ചാർജ് ആവുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 10 മണിക്കൂർ 40 മിനിറ്റുമാണ് നമുക്ക് ടൈം എടുക്കുന്നത്. 7.2 കിലോവാട്ടിൻ്റെ ഒരു ചാർജർ സെപ്പറേറ്റ് ഇതിലൂടെ വരുന്നുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഏകദേശം 5-5.5 മണിക്കൂറോളം നമുക്ക് എടുക്കും 20-100% ചാർജ് ആവാനായിട്ട്. അതല്ല, ഫാസ്റ്റ് ചാർജിങ് ആണ്. 30 കിലോവാട്ടിൻ്റെ ചാർജർ നമുക്ക് സപ്പോർട്ടിംഗ് ആണ്. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1 മണിക്കൂറും 15 മിനിറ്റ് ആ ഒരു റേഞ്ചിലാണ് 20-100% ചാർജ് ആവാനായിട്ട് ഈ വാഹനത്തിൽ ചാർജിങ്ങിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു സമയം നമുക്ക് വരുന്നത്. അപ്പം ചാർജിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതേപോലെ തന്നെ വാഹനത്തിലെ പേലോഡിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇതൊരു ഫുള്ളി ഇലക്ട്രിക്കലി ബിൽഡ് ചെയ്തേക്കുന്ന ഒരു വാഹനമാണ്. മോണ്ട്ര എന്നതിൻ്റെ ബ്രാൻഡിനെയാണെന്ന് പറഞ്ഞു. മുരുകപ്പ ഗ്രൂപ്പിൻ്റെ അണ്ടറിലാണ് ഈ ഒരു ബ്രാൻഡ് വരുന്നത്. ഓൾറെഡി ഇവർക്ക് 3 വീലറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ നിരത്തുകളിൽ ഓൾറെഡി നല്ല രീതിയിൽ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ടൊരു വാഹനമാണ്. അവിടെയും ഒരു വാഹനം കിടപ്പുണ്ട്. 2 സെയിം വാഹനം തന്നെയാണ്. ഇതിനകത്ത് സൈഡിൽ കണ്ട് വീൽ കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളവരെ കാണാം. നമ്മളിതിനൊരു ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മളെ മാസീവ് ആയിട്ടുള്ളൊരു വാഹനമാണ് നമ്മുടെ കൂടെയുള്ളത്. നല്ല വലിപ്പം നമുക്ക് ഈ ഒരു വാഹനത്തിന് ഫീൽ ചെയ്യുന്നുണ്ട്. വലിപ്പമേറെ ഗ്ലാസ് ഏരിയയാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ആ ഒരു ഫ്രണ്ട് ലുക്കൊക്കെ നോക്കുന്ന സമയത്ത് ആ ഒരു വൈറ്റ് അതുപോലെ തന്നെ ബ്ലാക്ക് കോമ്പിനേഷൻ നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രൊട്ടക്ട് ടൈപ്പാണ് എല്ലാം യൂണിറ്റ് നൽകിയിട്ടുള്ളത്. അപ്പോൾ താഴെ വരുന്ന ഫോഗ്ലാമോ കാര്യങ്ങളൊന്നും ഇല്ല. ആ ഒരു പോർഷനിൽ തന്നെയാണ് ടേൺ ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തത്. ഇതിൻ്റെ ടോപ്പിലേക്ക് ഒരു സമയത്ത് നമുക്ക് ഫോഗ്ലാമും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ AC നമുക്ക് ടോപ്പ് എൻഡിൽ അവൈലബിൾ ആയിരിക്കും. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ. അപ്പോൾ ഇതൊരു ചേസസ് ആണ് ഈ ഒരു വാഹനം. ഇതിൻ്റെ തന്നെ ലോവർ ഡെക്ക് വാഹനവും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമറുടെ ആവശ്യാനുസരണം നമുക്ക് ഇതിനുള്ളിൽ ബോഡി ബിൽഡ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അതുമാത്രമല്ല, ഇതൊരു പ്യൂർ EV ആണ്. അതായത് ഒരു ഡീസലോ അല്ലെങ്കിൽ ഒരു പെട്രോളോ വാഹനത്തിൻ്റെ ചേസസിലോ ഒന്നുമല്ല ഈ ഒരു വാഹനം ബിൽഡ് ചെയ്തേക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും EVക്ക് വേണ്ടി തന്നെ ബിൽഡ് ചെയ്ത ഒരു വാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ഈ ഒരു വാഹനത്തിനെ മേക്ക് ചെയ്തേക്കുന്നത്. അതായത് ഓരോ കാര്യങ്ങളും അത്രത്തോളം പെർഫെക്ഷനിലാണ് ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സൈഡ് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് നമുക്ക് വീൽ കപ്പും കാര്യങ്ങളൊക്കെ നിലവിൽ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 15 ഇഞ്ചാണ് ഇതിൻ്റെ ടയർ സൈസ് നമുക്ക് വരുന്നത്. അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ സൈഡ് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട്. അത് കംഫർട്ടായിട്ട് നമുക്ക് കയറാനായിട്ട് സാധിക്കും. ഡോറിൽ തന്നെ ഒരു ടേൺ ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തു. അത്യാവശ്യം വലിപ്പം മിറർ നമുക്ക് സൈഡിലായിട്ട് കാണാം. ഗ്ലാസ് ഏരിയയ്ക്ക് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ വരുന്നുണ്ട്. ആ ഒരു ഡോർ ഹാൻഡിലേക്ക് ഒരു സമയത്ത് ബോഡി കളർ തന്നെ നൽകിയിട്ടുണ്ട്. കീ ഇട്ട് ലോക്കാക്കാനുള്ള ഓപ്ഷൻ കൂടി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ ലെങ്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഏകദേശം ഒരു 4991 mm ലെങ്ത് ഈ വാഹനത്തിന് നമുക്ക് അവൈലബിൾ ആണ്. 2677 mm ആണ് ഇതിൻ്റെ ഒരു വീൽ ബേസ് നൽകിയിട്ടുള്ളത്. നമുക്കിതിൻ്റെ ബോഡി ലെങ്തിലേക്ക്, അതായത് ഈ ഒരു ലോഡ് ബോഡിയുടെ ഒരു ലെങ്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഏകദേശം ഒരു 10.4 ഫീറ്റാണ് ഇതിൻ്റെ ഒരു ലെങ്ത് വരുന്നത്. അതേപോലെ വീതിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഏകദേശം ഒരു 5.7 ഫീറ്റുമാണ് ഇതിൻ്റെ ഒരു വീതിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ലോഡും കാര്യങ്ങളും കയറ്റിക്കൊണ്ട് പോകുന്നതിനായിട്ടുള്ള സ്പേസും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കണ്ടെയ്നർ ബോഡിയാണ് നിങ്ങൾ ഈ ഒരു ചേസസ് വാഹനമാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒരുപാട് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രത്തോളം ബോഡി ലെങ്ത് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് സാധനങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ ഒരു പോർഷനിലായിട്ടാണ് അതിൻ്റെ ബാറ്ററി പാക്കും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തതുണ്ട്. ഈ ഒരു പോർഷനിലായിട്ടാണ് ബാറ്ററി പാക്കൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 43 കിലോവാട്ടാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഈ ഒരു EV സെഗ്മെൻറ്റിൽ, അതായത് ഈ ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ സെഗ്മെൻറ്റിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ബാറ്ററി പാക്കാണ് ഈ വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത്.
അതേപോലെ തന്നെ ഈ ഒരു പോർഷനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു പോർഷനിലായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കുറേ വയേഴ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇതൊരാൾ വന്ന് കോമൺ ആയിട്ടുള്ള ഒരാൾ വന്ന് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് യാതൊരു വിധത്തിലും നമുക്ക് മനസ്സിലാവുകയില്ല. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ മോട്ടറിലേക്ക് വരാം. മോട്ടറിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളാരെ ആക്സിൽ കണ്ടോ, ആ ഒരു ആക്സിലിൽ തന്നെയാണ് ഈ ഒരു മോട്ടർ കമ്പനി പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ പവർ ലോസോ തുടങ്ങിയ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഉണ്ടാവുകയില്ല. ഇതിലൊരു പവർ ഫിഗറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഏകദേശം ഒരു 80 കിലോവാട്ട്, അതായത് നമ്മളൊരു PS അല്ലെങ്കിൽ BHPയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 106-107 BHPയോളം ഈ ഒരു വാഹനത്തിന് കരുത്ത് വരുന്നുണ്ട്. അത് മാത്രമല്ല 300 Nm ടോർക്കുമാണ് ഈ ഒരു വാഹനം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇതൊരു ഡീസൽ വാഹനമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു മാർക്കറ്റിലുള്ള നിലവിൽ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള ഏതൊരു ഡീസൽ വാഹനത്തെക്കാട്ടിലും പവർ ഫിഗർ ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വോൾട്ടേജ് വരുന്നതാണ് ഈ ഒരു ഓറഞ്ച് കളേഴ്സിൽ നൽകിയിട്ടുള്ള വയറും കാര്യങ്ങളുമൊക്കെ. അപ്പം അത് കുറച്ച് ഡേഞ്ചർ ആണെന്നുള്ളത് തന്നെയാണ് നമുക്ക് സൂചിപ്പിച്ചിട്ടുള്ളത്. അതിന് എല്ലാ വാഹനങ്ങളിലും അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ളതും അല്ലെങ്കിൽ കുറച്ച് വോൾട്ടേജ് ഉള്ള വയേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഓറഞ്ച് കളർ തീമിൽ തന്നെയായിരിക്കും നൽകാറുള്ളത്. നമ്മൾ ഈ ഒരു പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി മോട്ടറിൻ്റെ കാര്യം സംസാരിച്ചു. നമ്മൾ ഇതിലേക്ക് വരുന്ന സമയത്ത് MCU എന്നാണ് അതിനെ പറയാറുള്ളത്. അതിൻ്റെ ഒരു ഫുൾ ഫോമിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് മോട്ടോർ കൺട്രോൾ യൂണിറ്റ് എന്നതാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം നമുക്ക് വരുന്നത്. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാം. അത് ആ ഒരു പോർഷനിലായിട്ട് അവർക്ക് ഒരു യൂണിറ്റ് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു ബോക്സ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ അതിന് അത്രത്തോളം ഒരു പർപ്പസ് വരുന്നത് കൊണ്ടാണ് അത്രത്തോളം വലിപ്പം നമുക്കതിന് ഫീൽ ചെയ്യുന്നത്. അതൊരു 3-in-1 യൂണിറ്റ് എന്നാണ് അതിന് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. അതായത് DC to DC കൺവേർട്ടർ വരുന്നുണ്ട് ആ ഒരു യൂണിറ്റ്, അതായത് ഈ ഒരു യൂണിറ്റിനുള്ളിൽ തന്നെയാണ് അത് വരാറുള്ളത്. ഓൺ ബോർഡ് ചാർജർ നിങ്ങളിപ്പം പലയിടത്തും കേട്ടിട്ടുണ്ടായിരിക്കും. OBC അതായത് ഓൺ ബോർഡ് ചാർജർ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒരു യൂണിറ്റ് നമുക്ക് അതിനുള്ളിൽ വരുന്നുണ്ട്. പിന്നെ PDU എന്ന് പറയുന്നുണ്ട്, അതായത് പവർ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ്. അത് നമുക്ക് ഈ ഒരു യൂണിറ്റിനുള്ളിൽ തന്നെയാണ് കമ്പനി നൽകിയിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു യൂണിറ്റാണ് അത് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഓരോന്നിനും ഓരോ പർപ്പസ് നമുക്ക് വരുന്നുണ്ട്. ഇപ്പം DC കൺവേർട്ടർ എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ട് ദ പവർ ഫ്രം ദ ഹൈ വോൾട്ടേജ് ടു ലോ വോൾട്ടേജ്. അത് അപ്പം ഓരോന്നിനും ഓരോ പർപ്പസ് നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഓൺ ബോർഡ് ചാർജർ എന്താണ് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കൺവേർട്ടിങ് AC കറണ്ട് ടു DC കറണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഓരോ യൂസേജ് നമുക്ക് വരുന്നുണ്ട്. അപ്പം അതൊരു എന്താ പറയുക, ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൃദയഭാഗമായിട്ട് ഇപ്പോൾ ബാറ്ററിയെക്കുറിച്ച് മോട്ടറിനെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ ആ ഒരു യൂണിറ്റിനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ അവിടെ നിന്നാണ് ഈ ഒരു പോർഷൻസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ ഒരു യൂണിറ്റിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ MSD എന്നാണ് പറയുന്നത്. മഹേന്ദ്ര സിംഗ് ധോണി നല്ല കേട്ടോ പറയുന്നത്. അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ മാനുവൽ സർവീസ് ഡിസ്കണക്ട് എന്നതാണ് ആ ഒരു യൂണിറ്റിൻ്റെ പേര് വരുന്നത്. അതായത് നമ്മൾ ഈ ഒരു വാഹനത്തിൽ വെൽഡിംഗ് വർക്കുകൾ ഈ ഒരു യൂണിറ്റാണ് കേട്ടോ. വെൽഡിംഗ് വർക്കുകൾ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക പോർഷൻ നമുക്ക് ജസ്റ്റ് അൺപ്ലഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു പവറും കാര്യങ്ങളൊക്കെ പോകുന്നത് കാര്യങ്ങൾക്ക് നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ആ ഒരു യൂണിറ്റാണ് നമുക്ക് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പം ഈ കാണുന്ന ഓരോ കാര്യങ്ങൾക്കും ഓരോ പർപ്പസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് സൈഡ് പോർഷനിൽ തന്നെ ലീഫിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 3 ലീഫാണ് ഈ ഒരു വാഹനത്തിൽ. അപ്പം ബാക്കിലായാലും അതേപോലെ തന്നെ ഫ്രണ്ട് പോർഷനിലായാലും നമുക്ക് 3 ലീഫും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. സസ്പെൻഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പാരബോളിക് സസ്പെൻഷനാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു 3 ലീഫിൻ്റെ ആവശ്യമേ നമുക്ക് വരുന്നുള്ളൂ ഈ ഒരു വാഹനത്തിൽ. അപ്പോൾ ബോഡിയും കൂടെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫീൽ ആയിരിക്കും ഈ ഒരു വാഹനം കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും പുറകിലായിട്ട് പാർക്കിംഗ് സെൻസറും അതുപോലെ LED ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. എന്നിട്ട് ഈ ഒരു പോർഷനിലായിട്ടാണ് ആ സ്പെയർ ടയർ കമ്പനി പ്ലേസ് ചെയ്തത് ഈ ഒരു പോർഷൻസിൽ കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററിക്ക് വേണ്ടി കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോർഷനിലായിട്ട് 2 ബോക്സ് യൂണിറ്റ് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതെന്തിനാണ് ഈ ഒരു 2 എന്താ പറയുക ആ ഒരു കൂളൻറ്റിൻ്റെ ആ ഒരു യൂണിറ്റ് നൽകിയിട്ടുള്ളതെന്ന് ചിന്തിക്കും. വേറൊന്നും കൊണ്ടല്ല, നമുക്കൊരു ബാറ്ററിയുടെ ഒരു കൂളിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു യൂണിറ്റ് നമുക്ക് വരുന്നത്. അത് ബാറ്ററി പാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കൂളിങ്ങിന് വേണ്ടിയിട്ടാണ് നൽകിയിട്ടുള്ളത്. മറ്റൊരു യൂണിറ്റ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മോട്ടറിൻ്റെയും മറ്റുള്ള യൂണിറ്റ്സിൻ്റെയും ഒക്കെ കൂളിങ്ങിന് വേണ്ടിയിട്ടാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒരു എന്താ പറയുക ലിക്വിഡ് കൂളിംഗ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ഒരു പോർഷനിലായിട്ട് റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈഡ് പോർഷനൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് പൈപ്പ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിൽ കൂടിയൊക്കെ കണ്ടോ ആ ഒരു പൈപ്പ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോകുന്നതായിട്ട് കാണാം. ഈ ഒരു സൈഡിൽ കൂടിയൊക്കെയാണ് അത് വന്നിട്ടുള്ളത്. കാണാം. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു അറിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതാണ്. അതാണ് ഈ ഒരു പോർഷനിലായിട്ടാണ് ഈ ഒരു വാഹനം ചാർജ് ചെയ്യേണ്ട ആ ഒരു സ്ലോട്ട് നൽകിയിട്ടുള്ളത്. ഈ ഒരു പോർഷൻ AC ചാർജിങ് DC ചാർജിങ് നമുക്ക് സപ്പോർട്ടിങ് തന്നെയാണ്. കോമാൻഡർ എന്ന് തന്നെയാണ് നമുക്ക് പുറത്തുള്ള ചാർജിങ് സ്റ്റേഷനുകളിലും ഈ ഒരു വാഹനം നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്.
എക്സൈഡിൻ്റെ ഒരു ഓക്സിലറി ബാറ്ററി കൂടി ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ 3 ലീഫ് തന്നെയാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒരു ഡീറ്റെയിൽ വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ജസ്റ്റ് ഒരു വാഹനം ഇവിടെ കിടന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അകത്തേക്കങ്ങ് പോകാം, ഡോർ ഓപ്പൺ ചെയ്യാം. അത്യാവശ്യം വൈഡായിട്ട് ഡോറും കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫുള്ളി ഒരു ബ്ലാക്ക് ഫിനിഷാണ് ഇൻറ്റീരിയറിലൊക്കെ വരുന്നത്. ഇതൊരു കൊമേഴ്ഷ്യൽ വാഹനം ആയതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഫിനിഷ്, ഡാർക്ക് ഫിനിഷിൽ തന്നെ നൽകി. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കാണാം. പവറിൻ്റെ ഒന്നും വരുന്നില്ല. മാനുവലി വേണം നമ്മൾ അതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട്. മോൺട്ര എന്നൊരു ബ്രാൻഡിങ് ഏതാണ്ട് അതിനുള്ളിൽ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അത് കൊള്ളാം. പിന്നെ ഒരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. അത്യാവശ്യം ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ചവിട്ടി കയറാനായിട്ട് ഒരു സൈഡ് സ്റ്റെപ്പ് കൂടി അവർക്ക് നൽകിയിട്ടുണ്ട്. ഒരു വാക്ക് ത്രൂ ക്യാബിനാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ വേറെ തടസ്സങ്ങളോ കാര്യങ്ങളൊന്നും ഈ ഒരു സെൻട്രൽ പോർഷനായിട്ട് വരുന്നില്ല. വളരെ സിമ്പിളായിട്ട് ആ ഒരു സൈഡിൽ കൂടി കോ പാസഞ്ചർ സൈഡിൽ കൂടി തന്നെ ഇറങ്ങി പോകാനായിട്ട് നമുക്ക് സാധിക്കും. ഫുള്ളി ഡിജിറ്റലാണ് വാഹനത്തിൻ്റെ ക്ലസ്റ്റർ യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നിലവിൽ എനിക്ക് താക്കോൽ കിട്ടിയില്ലായിരുന്നു. അപ്പം ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് വരുന്നത്. അതുകൊണ്ട് ഓണാക്കിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ഡ്രൈവുമായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. മോൺട്രയുടെ ഒരു ലോഗോ നൽകിയിട്ടുണ്ട്. ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആയതുകൊണ്ട് വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഡ്രൈവ് മോഡ്സിൻ്റെ കൺട്രോളൊക്കെ നമുക്ക് താണ്ടേ ഈ ഒരു പോർഷനായിട്ട് റിവേഴ്സ്, ന്യൂട്രൽ പാർക്ക്, സിറ്റി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഡ്രൈവിനായിട്ട് ഉദ്ദേശിക്കുന്നത് സിറ്റി എന്നതാണ് നമുക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതൊക്കെ ടോപ്പ് എൻഡിലായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നത്. ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെ കാണാം. 2 പേർക്ക് ആ ഒരു പോർഷനിലും ഒരു ഡ്രൈവർക്കും വളരെ കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ റിയർ സൈഡിലായിട്ട് ചെറിയൊരു ഗ്ലാസ് ഏരിയ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇൻറ്റീരിയറിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോഡി പണിഞ്ഞ ഒരു വണ്ടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ കഴിവതും വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നിലവിൽ ഞാനിതൊരു വാഹനം കണ്ട സമയത്ത് ജസ്റ്റ് ഒരു അപ്പോൾ ഇങ്ങനൊരു വാഹനം വന്നിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് എന്ന് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം എടുത്തൊരു വീഡിയോ ആണ് ഞാനിത്. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഉറപ്പായിട്ട് ഞാൻ ചെയ്തിടും. അപ്പോൾ ഇത് കണ്ടവർ ഉറപ്പായിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ കൂടി കാണണമെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതേപോലെ തന്നെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം നിങ്ങളിലേക്ക് വരും. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.